ഹലോ ഫ്രണ്ട്സ്, നല്ല രുചിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി എരിശ്ശേരിയുടെ റെസിപ്പിയാണ് നമ്മളിത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മളൊരു കുക്കറിനകത്തൊരു വൻപയർ ഒരു 100 ഗ്രാം കുതിർത്തതാണ്. ഞാൻ കുറച്ച് സമയം ഒരു അരമണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തയാണ് എടുത്തിട്ടേക്കുന്നത്. അതിലേക്ക് ഒരു കപ്പ് മത്തങ്ങയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിന് പയർ വേവാൻ മാത്രമുള്ള വെള്ളം മതി, നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. മത്തങ്ങയ്ക്കകത്തൊക്കെ വെള്ളമുണ്ട്. ഞാനിവിടെ മത്തങ്ങ എടുത്തേക്കുന്നത് 150 ഗ്രാമാണ്, വൻപയർ 100 ഗ്രാമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒരു 4-5 ഫിസിൽ വരുന്നതിന് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് എരിശ്ശേരിക്കുള്ള അരപ്പ് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ജീരകം, ഒരു 1/4 ടീസ്പൂൺ കുരുമുളകാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. ഇതിലേക്ക് 2 കഷ്ണം വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കുകയാണ്. വെളുത്തുള്ളി വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ ഇടണ്ട. ഇതിലേക്ക് നമുക്കൊരു സ്വല്പം വെള്ളവും കൂടെ ചേർത്തൊന്ന് അരച്ചെടുക്കാം. ഒരുപാട് അങ്ങ് അരഞ്ഞു പോകണ്ട, നമ്മളൊരു അവിയലിനൊക്കെ അരയ്ക്കുന്ന ആ ഒരു പാകം മതി. നമുക്കിനി ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ പയറും മത്തങ്ങയെല്ലാം വെന്തിട്ടുണ്ട്. അതിന് നമ്മളൊരു ചട്ടിയിലോട്ട് ആക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ പയറെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്, മത്തങ്ങയും വെന്തിട്ടുണ്ട്. ഇനി ഈ മത്തങ്ങയൊക്കെ നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. മത്തങ്ങ ഉടഞ്ഞെങ്കിൽ നമുക്ക് ഈ എരിശ്ശേരിക്ക് നല്ല ടേസ്റ്റൊക്കെ കിട്ടത്തുള്ളൂ. നമുക്ക് മത്തങ്ങ ഒന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇനി അരപ്പ് ചേർക്കാൻ പോവുകയാണ്. തീ കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഈ രീതിയിലാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മത്തങ്ങ ഒന്ന് ഉടഞ്ഞു വന്നാൽ മതി, പയറൊന്നും നമുക്ക് ഉടയേണ്ട ആവശ്യമില്ല. ഉടയ്ക്കണമെങ്കിൽ ഉടയ്ക്കാം. ഒരു 2-3 മിനിറ്റ് നമ്മൾ ഈ തേങ്ങയൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി തീ കുറച്ച് വെച്ചൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിനോടൊപ്പം നമുക്ക് ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിനൊരു താളിപ്പ് കൊടുക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുക് എല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു 3-4 വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു പിടി കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്ത് അപ്പോൾ നമ്മളിതിലേക്ക് ഒരു പിടി തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ട്, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഈ താളിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ അടിപൊളി എരിശ്ശേരി ഇവിടെ റെഡിയായി കഴിഞ്ഞു. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.